ഒരു 2 ഹുദവികൾ ഗുജറാത്ത് പോയതാണ് ദാവത്തിന് വേണ്ടി റമദാൻ മാസം. പോയപ്പോൾ അവർക്ക് തോന്നി ഏതെങ്കിലും ഒരു ആലിമിനെ കണ്ട് സമ്മതം ചോദിച്ചിട്ട് ദാവത്ത് തുടങ്ങാന്ന്. ആ നാട്ടുകാരോട് മദ്രസ ഉണ്ടോന്ന് വെച്ചപ്പോൾ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓല ഷെഡ്. ഗുജറാത്തികൾ കുട്ടികൾക്ക് ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കാൻ റമദാൻ മാസത്തിൽ അവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചിട്ട് അതല്ല അതിന്റെ അതബ് തുടങ്ങാന്ന് മനസ്സിലാക്കിയിട്ട് ആ മദ്രസ പോയപ്പോൾ ഉസ്താദ് ഇല്ല. അപ്പൊ കുട്ടികളോട് വെച്ച് ഉസ്താദോട് വെച്ചപ്പോ ഹോട്ടലിലേക്ക് ചാവടിക്കാൻ പോയതാണ് റമദാൻ മാസേ. അതിൽ ഇവരാകെ അത്ഭുതപ്പെട്ടു. ഏതായാലും ആളൊന്ന് കാണാന്ന് വെച്ചിട്ട് ഇവര് ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ മുപ്പര് പറഞ്ഞു 2 ചായം കൂടി വറ്റേന്ന്. അതിൽ ഇവരവിടെ ഇരുന്നോട്ട് വെച്ച് 2 ചായ ഇത് റമദാനല്ലേന്ന് വെച്ചാൽ അതിൽ ഉസ്താദ് ചോദിക്കണമല്ലോ, ചായ കുടിച്ചാൽ നോമ്പ് മുറിയോ? അങ്ങനെ മൂപ്പര വിശ്വാസത്തിൽ നോമ്പങ്ങട്ട് മുറിയാണെങ്കിൽ കട്ടിങ്ങനെയുള്ളാണ്ട് ഇറങ്ങണം. കൊഴുപ്പുള്ള ഭക്ഷണം, നല്ല ഇറച്ചി, നല്ല കോഴിന്റെ കുറകൊക്കെ കണ്ട് ഇറങ്ങിയാൽ സാധനം മുറിഞ്ഞിട്ടുള്ളൂ. ഇത് മുറിയണ്ടേ? അതാണ് ഇപ്പൊ മൂപ്പര വിശ്വാസം. കാരണം എന്താ? അവിടെ സമസ്തല്ല, അവിടെ മദ്രസല്ല, അവിടെ ഫിഖ് ഇല്ല. വല്ലാത്ത ജാതി അവസ്ഥ തന്നെ ഗുജറാത്തി മുസ്ലിങ്ങളുടെ അവസ്ഥ. അവിടെ സമസ്തല്ല, അവിടെ മദ്രസല്ല, അവിടെ ഫിഖുമില്ല. അതുകൊണ്ടുണ്ടായ ദുരന്താണ് ഇപ്പത്. മദ്രസല്ല എന്ന് പറഞ്ഞിട്ട് മദ്രസയ്ക്ക് പോയത് കേട്ടോ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ കേരളത്തിൽ സമസ്തന്റെ ആ പോരിശ് അങ്ങനെ പറയണമെങ്കിൽ കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിങ്ങളെ കുറിച്ച് ചവിട്ടി തേക്കണമല്ലോ. ഇവിടെ എത്ര സമസ്ത ഇല്ലെങ്കിലും, എത്ര ദറസില്ലെങ്കിലും, എത്ര സംഘടന ഇല്ലെങ്കിലും ചായ കുടിച്ചു കഴിഞ്ഞാൽ, നല്ല വെള്ളം കുടിച്ചാലൊക്കെ നോമ്പ് മുറിയും എന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിം ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിലുണ്ടോ? എത്ര അന്തല്ലെങ്കിലും, 1/2 ഗ്രാം തലച്ചോറ് ഇല്ലെങ്കിലും അത് മനസ്സിലാവൂലേ? അപ്പൊ സമസ്ത ഇല്ലാത്തൊരു സ്ഥലത്തെ മുസ്ലിങ്ങൾ ഇത്രത്തോളം മതപ്പതിച്ചവരാണ്. 2 ഉദവികളാണ് ദഅവത്തിനായി റമദാൻ മാസം തന്നെ അവിടെ ചെന്നിട്ട് അവിടെ മദ്രസയിൽ പോയി. അപ്പൊ ഉസ്താദുമാര് ചായ എടുക്കാൻ പോയതാ ഹോട്ടലില്. അപ്പൊ ചായ കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് വിശ്വസിക്കുന്ന ഉസ്താദുമാരാ അവിടെ ഉള്ളത്. അപ്പൊ കൗമിന്റെ അവസ്ഥ പറയണ്ടോ? എന്തുകൊണ്ട്? അവിടെ സമസ്തല്ല, അവിടെ മദ്രസല്ല, അവിടെ ഫിഖ് ഇല്ല. ഇപ്പൊ ഏകദേശം ഒരു ചിത്രം കിട്ടിയല്ലോ. സമസ്തയും മദ്രസും ഫിഖും ഒന്നും ഇല്ലാത്തടത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താന്നുള്ളത് ഏകദേശം ഒരു ചിത്രം കിട്ടിയല്ലോ. ഇനി അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ, ഗുജറാത്തിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാല് നമ്മളെ മംഗലാപുരം ഭാഗത്തേക്ക് വന്ന് നോക്കി എന്താ അവസ്ഥ? ഏതാ ഞാൻ എന്റെ ഒരു അനുഭവമാണ്. ഇപ്പൊ അടുത്തൊരു പരിപാടിക്ക് പോയി, SKSF-കാരൊന്നല്ല, പക്ഷെ ഈ പരിപാടി മാലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഉഷാറായിട്ട് പ്രചരണം ഉണ്ടാവും, നമ്മളെ സ്നേഹിക്കും, നല്ല ഭക്ഷണം തരും, ഒക്കെ ശരിയാണ്. ഇപ്പൊ 3-4 ദിവസം മുമ്പ് മംഗലാപുരത്തേക്ക് വാതിന് പോയപ്പോഴ് ഞാൻ ളുഹുറും അസറും ഇവിടെ തന്നെ നിസ്കരിച്ചു. കുറ്റിപ്പുറം പള്ളിയിൽ വെച്ചിട്ട് അസർ മുന്തിച്ച് നിസ്കരിച്ചു. പിന്നീട് മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ മഗ്‌രിബ് ഇശായിലേക്ക് പിന്തിച്ചു. അവിടെ ഞാൻ എത്തിയത് 9 മണിക്കാണ്. 10 മണിക്ക് വാല് തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ പേപ്പരോട് പറഞ്ഞു, വാല് തുടങ്ങണതിന് മുമ്പായിട്ടൊന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്രമിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടുകാരനോട് ഞാൻ പറഞ്ഞു, കബിലൊന്ന് കാണിച്ചു തന്നെ. നല്ല ചെറുപ്പക്കാരനാണ്, ഒരു 5-6 ആളുകൾ ആ വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പൊ 4 ദിവസമുള്ള അനുഭവം ഞാൻ പറഞ്ഞു. അപ്പോൾ മുസലൊക്കെ കൊടുത്തിട്ട് എനിക്ക് ശരിക്കും കിട്ടുന്നു. ഞാനാണെങ്കിൽ വല്ലാതെ ക്ഷീണിച്ചിട്ട് വാതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഉറങ്ങാനുള്ള അവസരം തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അതിനും കൂടി കാത്തിരിക്കണം. അപ്പോൾ സുന്നത്തൊന്നും അപ്പം നിസ്കരിക്കാതെ പിന്നെ ആക്കാന്ന് വെച്ചിട്ട് ജമ്മും കസറാക്കി നിസ്കരിച്ചിട്ട് ചുരുങ്ങിയിട്ട് ഞാൻ ബെഡൊക്കെ കണ്ട് മറിയാൻ നിൽക്കുമ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് പൊരുത്തപ്പെടണം, കബില അങ്ങോട്ടല്ല പറക്കാരൻ. ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ എനിക്ക് ആ മുസലിട്ടെന്ന് വെച്ചു. ഞാൻ അങ്ങനെയാന്ന് ഞാൻ ഇട്ടെന്നാണ്. പിന്നെ എങ്ങനെ ഇപ്പം അങ്ങനെ അല്ലാന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അത് ഹത്തീബുണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട്. അപ്പം നിങ്ങൾ നിസ്കരിക്കുന്ന മുമ്പ് രണ്ടപ്പോൾ ഹത്തീബ് പറഞ്ഞാണ്. ഞാൻ ചോദിച്ചു, അപ്പം നിങ്ങൾ നിസ്കരിക്കല്ലേ? അല്ലെ കൂടിയിരുന്നിട്ട് 3 മാസമായിട്ടുള്ളൂ, തുടങ്ങാനായിട്ടില്ല. കൂടിയിരുന്നിട്ട് 3 മാസമായിട്ടുള്ളൂ, ഈ പരിപാടി തുടങ്ങാനായിട്ടില്ല. ആരാത്? വാല് സംഘടിപ്പിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ പ്രമുഖനായ സംഘാടകൻ. അതല്ലേ നമ്മളെ സങ്കടം. വേറെ ആരെങ്കിലും ആണെങ്കിൽ തർക്കടില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കുടിയിരുന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. പിന്നെ എന്റെ വിഷയത്തിൽ കുറെ നിസ്കാരത്തിന്റെ ഗൗരവം പറയേണ്ടി വന്നു. സമസ്ത കൊണ്ട് കേരളത്തിൽ ഉണ്ടായത് വലിയ നേട്ടാട്ടോ. അതിനൊന്ന് കർണാടകയിലൊക്കെ ഒന്ന് പോയോക്കണം വാലിന്, എന്നാലേ അറിയുള്ളൂ. ഇത്ര അന്തം കെട്ട ഖുറാഫി ലോകത്തിന്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലുണ്ടാവോ? അവിടെ സമസ്ത ഇല്ലാത്തതുകൊണ്ടുള്ള അന്തക്കേടാണ് ഇപ്പത്. എന്താണെങ്കിലും ഒരു ദീനീ പ്രവർത്തകനാണല്ലോ, പല വയല് സംഘടിപ്പിച്ച മുഖ്യ സംഘാടകരിൽപ്പെട്ട ഒരാള്. ഇവരെ ഉസ്താദ് ചെലവിന് വരുന്ന വീട്. അപ്പൊ ദീനായിട്ട് എന്തെങ്കിലും പുലബന്ധം ഉണ്ടാവുമല്ലോ. ആ ഉള്ള ആളെ അവസ്ഥയാണ് പറഞ്ഞത്. സമസ്ത ഇല്ലാത്തതുകൊണ്ട് ഓർക്ക് കിബില തിരിയില്ല. എങ്ങനെ ഉണ്ടാവും? എത്രത്തോളം അന്തം കെട്ടവനായിരിക്കും. അപ്പൊ ഇടിച്ചങ്ങട്ട് താഴ്ത്തി തന്നെ. ഇവിടെ മംഗലാപുരത്തുള്ള മുസ്ലിമിനോടല്ല, അവിടുത്തെ ഒരു കുട്ടിരാമനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞില്ല കിബില എവിടെയാന്നുള്ളത്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിബില. അതുപോലത്തെ കുട്ടിരാമനും കുട്ടിശങ്കരനും വരെ അറിയും. അതുവരെ അറിയാത്ത മുസ്ലിമാണ് പല പരിപാടി സംഘടിപ്പിക്കുന്നത്. അത്ര വരെ അന്തല്ലാത്ത ടീം. എന്താ അത്ര വലിയ അന്തക്കേടുന്ന കാര്യം? അവിടെ സമസ്തല്ല, അതെന്റെ പ്രശ്നം.
അപ്പൊ നിങ്ങൾ സമസ്തള്ള ഈ കേരളത്തില് ഇവരൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ മരിച്ചെന്ന് കിട്ടിയാൽ മതി സ്വർഗത്ത് കണ്ടിട്ട് ചാടിക്കേറാന്. അങ്ങനെ എല്ലാ കാര്യവും വിശ്വാസവും ഫിഖുഹും എല്ലാ കാര്യവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഇങ്ങനെ റെഡിയായി സമസ്തന്റെ 1 നൂറ്റാണ്ട് കാലത്തെ സേവനം കൊണ്ട് ഇതൊന്നാണ് മരിച്ചങ്ങോട്ട് കിട്ടിയാൽ മതി നേരെ സ്വർഗത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടാ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു കൗമാണ് കേരളത്തിലുള്ളതെന്ന് വിചാരിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാല് ഗുജറാത്തിലെ അവസ്ഥ, മംഗലാപുരത്തെ അവസ്ഥ, ഇതിപ്പോ ഗുജറാത്തുകാരും മംഗലാപുരത്തേരും ചവിട്ടിത്തേക്കാണ്. അത്ര അന്തം കെട്ടോളൊന്നല്ല മംഗലാപുരത്തെ മുസ്ലിങ്ങൾ, അത് ഞമ്മക്കും അറിയാം. അത് ഇനി ഖുറാഫി ആണെങ്കിലും സലഫി ആണെങ്കിലും ദീനിനോട് നല്ല ഹുബ്ബ് വെച്ച് പുലർത്തുന്ന ആളുകൾ തന്നെയാണ് ഉള്ളത്. എന്തൊക്കെയാണെങ്കിലും കിബില തിരിയാത്ത ഒരു മുസ്ലിം മംഗലാപുരത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല.